പഴങ്കഞ്ഞി പണ്ടുകാലം മുതലേ വളരെ ആരോഗ്യപ്രദമായ ഒരു ആഹാരമാണ്. നമുക്ക് വീട്ടിലെ ബാക്കി വരുന്ന ചോറ് വെച്ച് എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടവും ശരീരത്തിന് നല്ല തണുപ്പും നൽകുന്ന ഈ പ്രാതൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ബാക്കി വരുന്ന ചോറും പിന്നെ ചെറിയ ഉള്ളി, കാന്താരി മുളക്, കരിവേപ്പില, കുറച്ച് തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും മാത്രം മതി തയ്യാറാക്കാനായിട്ട്. തലേദിവസം ബാക്കി വരുന്ന ചോറ് ജസ്റ്റ് മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് രാത്രി മാറ്റി വയ്ക്കുക. രാവിലെ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും കാന്താരി മുളകും കരിവേപ്പിലയും, ഇല്ലെങ്കിൽ ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുത്താലും മതി. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇത് ഉണക്കി വെച്ചിരിക്കുന്ന കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാം. അല്ലെങ്കിൽ ഫ്രഷായിട്ടുള്ള മുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് ചതയ്ക്കുകയോ അരിയുകയോ ചെയ്യാം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് തൈരും ഉടച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് എല്ലാ സാധനങ്ങളും അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. തൈര് കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ തലേദിവസം ഒഴിച്ച് വെച്ച് വെള്ളമുണ്ട് അതിൽ, അതുകൊണ്ട് നോക്കി വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടുകയും ചെയ്യും, സ്വാദും കൂടും. എന്നിട്ട് രാവിലെ കഴിക്കാൻ നേരത്ത് ഇതിൻ്റെ കൂടെ അവരവർക്ക് ഏതാണോ ഇഷ്ടമുള്ള സാധനങ്ങൾ അതും കൂടെ ചേർത്ത് കഴിക്കുക. വീട്ടിലെ വെജ് ആയതുകൊണ്ട് ഞാൻ അച്ചാറും മുളക് ചതച്ചതുമാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന മുളകും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച ചമ്മന്തിയാണിത്. ശകലം പുളിയും കൂടെ ചേർത്തിട്ടുണ്ട്. വറുത്താണ് ചതച്ചെടുത്തത്. അതിൻ്റെ കൂടെ കടുകുമാങ്ങി. എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സ്വാദുമാണ്, ശരീരത്തിന് നല്ല തണുപ്പും നൽകുന്ന ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു പ്രഭാത ഭക്ഷണം. ഇന്ന് ഇവിടെ അവധി ആയതുകൊണ്ട് രാവിലത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.